ഏറ്റവും വലിയ സൗഹൃദം എൻ്റെ ഭാര്യ. ആ ഓർമ്മയാണ് ഇതിപ്പോൾ ചുവരിന് മുകളിലിരിക്കുന്നത്. കാരണം എൻ്റെ പ്രണയവിവാഹമാണ്. വൈഫിന് 12 വയസ്സും എനിക്ക് 17 വയസ്സും തുടങ്ങിയ സമയത്തുള്ള പ്രണയമാണ്. അപ്പോൾ ന്യൂ ജനറേഷൻ സിനിമയിൽ പലപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ അച്ഛൻ കുടുംബം ആകുമ്പോൾ അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അമ്മൂമ്മ ഉണ്ടാവും, മുത്തശ്ശൻ ഉണ്ടാവും. അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഇല്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ നസീർ സാറ് മുതൽ മറ്റേ നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെയും മറ്റേ സോമൻ ചേട്ടൻ്റെയൊക്കെ രതീഷിൻ്റെ ഒക്കെ തല്ലുകൊള്ളാൻ ഞാൻ മാത്രമേ. ഇന്നിപ്പോൾ നാടകത്തിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല. അതാണ് ഒരു നടനെ സംബന്ധിച്ചുള്ള നമുക്ക് ചേഞ്ച്. അതാണ് ഏറ്റവും വലിയ ചേഞ്ച്. അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ ജോലിയിലുള്ള ഏറ്റവും വലിയ ചേഞ്ച് അതാണ്. തീരെ അഭിനയിക്കാൻ പാടില്ല, ജസ്റ്റ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നടനെ സംബന്ധിച്ചോളം ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഡബ് ചെയ്യാൻ പോകുമ്പോൾ ലൂപ്പിടെ ചെയ്യും, ഒരു ഷോർട്ട്സ് എടുത്തിട്ട് അതിന് ഒട്ടിച്ച് വെച്ചിട്ട് മറ്റേ പ്രൊജക്ടറിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ ശരിക്കും ഫിലിം മേഖലയിൽ? ഏറ്റവും മെമ്മറബിൾ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സൗഹൃദങ്ങളെ കുറിച്ചിട്ട് പറയാമോ? ഏറ്റവും വലിയ സൗഹൃദം എൻ്റെ ഭാര്യയായിട്ടാണ്. ആ ഓർമ്മയാണ് ഇതിപ്പോൾ ചുവരിന് മുകളിലിരിക്കുന്നത്. കാരണം എൻ്റെ പ്രണയവിവാഹമാണ്. വൈഫിന് 12 വയസ്സും എനിക്ക് 17 വയസ്സും തുടങ്ങുന്ന സമയത്തുള്ള പ്രണയമാണ്. അതിനേക്കാൾ വലിയ ഓർമ്മകളൊന്നും ഇല്ല. പിന്നീട് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ തുടങ്ങി ഒരുപാട് 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 നാടകത്തിലുണ്ട്, സിനിമയിലുണ്ട്, ഒക്കെ ഉണ്ട്. ആ ഓർമ്മകളൊക്കെ പോയി. മാത്രമല്ല ഇപ്പോഴും വളരെ ക്ലോസ് ആയിട്ടുള്ള സൗഹൃദം തോന്നി വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. അവരുടെ മനസ്സിൽ ഞാനുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ അവരുണ്ട്. അതിങ്ങനെ പോകും. കാരണം വെച്ചാൽ അതിനിപ്പോൾ ആരെയും അനുഭവം വേണ്ടല്ലോ. മറ്റേ പാട്ട് പാടുന്ന ആൾക്കാരോട് എനിക്ക് പ്രണയം തരുന്നു, അവരെന്നെ അറിയില്ല. അവർ പാട്ടുകാരെന്ന് എനിക്ക് പ്രണയം. അതുപോലെ നന്നായിട്ട് അഭിനയിക്കുന്ന സത്യം മാഷത്ത് എനിക്ക് ഭയങ്കര ആരാധനയും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രണയം എന്ന് പറയുമ്പോൾ മറ്റർത്ഥങ്ങളൊന്നുമില്ല അതിനകത്ത്. ആ സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും മൂർധന്യഭാവം എന്ന് മാത്രമേ അപ്പൊന്നുമില്ല. അതുപോലെ ഹിന്ദിയിലെ ഏറ്റവും വലിയ പാട്ടുകാരെന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ഹിന്ദിയിൽ മരിച്ചുപോയ ലതാ മങ്കേഷ്കറിന് കേട്ടിട്ടുണ്ട്. ലതാ മങ്കേഷ്കറിന് ഒരാൾക്ക് ഒരു ഫോൺ വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന അയാളുടെ ഏറ്റവും വലിയ മോഹം എന്ന് വെച്ചാൽ ലതാ മങ്കേഷ്കറിൻ്റെ പാട്ട് കേട്ടത്. അതായത് ഫോണിൽ കൂടെ പാട്ട് പാടിക്കൊടുത്തത്. അതിനുശേഷം മരിച്ചു. അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ആരാധനയും പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അവരെന്നെ കണ്ടിട്ടില്ല, ഞാൻ അവരും കണ്ടിട്ടില്ല. അപ്പം അവരുടെ ആ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്നൊരു ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ മൂർധന്യഭാവം എന്ന് ചോദിച്ചാൽ അതുപോലത്തെ എനിക്കിപ്പോഴും ആൾക്കാരുണ്ട്. അവരെന്നെ അറിയുന്നു, എനിക്ക് അവരെന്നെ കാണുന്നു, എന്നെ അതുപോലെ അവരുടെ മനസ്സിലൊന്നും എനിക്കറിയില്ല. ഉണ്ടാവും വഴിയില്ല. കണ്ടിട്ടൊക്കെ ഉണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു വലിയ സ്നേഹം തോന്നി എന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് എന്നോട് തോന്നുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങളത് കഴിഞ്ഞാൽ പോകും. പക്ഷെ ഞാനത് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഇഷ്ടം സ്നേഹമൊക്കെ തോന്നാറുണ്ട്. ഒരുപാട് പേര്. ഒരാളുടെ പേരൊക്കെ പറയാൻ പറ്റുന്നവരെ എൻ്റെ ഭാര്യയുടെ പേര്. ഇപ്പോൾ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ? ഒറ്റപ്പെടൽ എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റപ്പെടൽ നല്ലോണം ആ ഫീലിംഗ് ഉണ്ട്. പക്ഷേ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ആ ഒറ്റപ്പെടൽ. കാരണം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഞാൻ ഒരു കാലഘട്ടം ഈ എൻ്റെ വൈഫ് മരിച്ചുള്ളൊരു കാലഘട്ടത്തിൽ ഞാനന്ന് ബോട്സ്വാന എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിൽ എൻ്റെ മൂത്ത മകൻ്റെ കൂടെ താമസിക്കുക. അപ്പം ഞാൻ കഴിയുന്ന എൻ്റെ വൈഫ് മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. കാരണം ഞാൻ അവിടെ ആകുമ്പോൾ അവരിവിടെ ഉണ്ടാവും, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവരവിടെ ആയിരിക്കും വിചാരിച്ചു. പിന്നെ റിയാലിറ്റിയാണല്ലോ, അത് വേറെ വഴിയൊന്നുമില്ല അതിനകത്ത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞില്ല, നമുക്ക് പലപ്പോഴും മനുഷ്യനല്ലേ, പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരുപാട് വികാരങ്ങളുണ്ടാവില്ല, സങ്കടം ഉണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. അപ്പം എനിക്ക് സന്തോഷം വന്ന് ഞാൻ ആരോട് പങ്കുവെക്കും. സന്തോഷം
സങ്കടവും പങ്കുവച്ചില്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്തായി പോകും. തീർച്ചയായിട്ടും ആരോടും പറയണ്ടേ? എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പങ്കുവെക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളോട് ഞാനൊരു എൻ്റെ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു വാല്യൂ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അറിയുന്ന എൻ്റെ വൈഫായിരിക്കും. തീർച്ചയായിട്ടും അപ്പോൾ വൈഫിനോട് പങ്കുവെക്കുമ്പോൾ ഒരു ഉണ്ടാകുന്നൊരു സംതൃപ്തി. സങ്കടങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് കണ്ണു നിറഞ്ഞ് കരയണം. എന്നാലേ അതിൻ്റെ ഒരു ഔട്ട് ബേഴ്സ്റ്റ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മനസ്സിലുള്ളത് പോവുക. അത് ഞാൻ ആരോട് പറയണം? ഇപ്പോൾ പറയാൻ എൻ്റെ വൈഫ് മാത്രമുണ്ട്, വൈഫില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ എനിക്ക് സംസാരിക്കാം വൈഫിൻ്റെ അടുത്ത്. വൈഫിൻ്റെ എന്തെങ്കിലും സങ്കടം വന്നു ഞാൻ മുൻപിൽ കരയാൻ ഒക്കെ ചോദിക്കാം. അതിനെല്ലാ സ്വാതന്ത്ര്യം ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്കുണ്ട്. അതല്ലെങ്കിൽ പുറത്തെവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ കൂടെ ആണെങ്കിൽ പോലും വിചാരിക്കും അച്ഛന് കുറച്ച് ചിന്തൻ്റെ കളിക്കുന്നൊക്കെ വിചാരിക്കും എൻ്റെ പ്രായമായിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന സൗകര്യം സംസാരിക്കുന്ന ഒറ്റയ്ക്കിരിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ആസ്വദിക്കുന്നത്, എൻജോയ് ചെയ്യുന്നു ഈ ഒരു ഞാൻ അങ്ങനെ ഈ വീട്ടിലിരിക്കുന്ന പതിവില്ല. പ്രായമാകുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ അടുത്ത സിനിമ അതൊക്കെയാന്ന് ചോദിച്ചത്. അതെ തീർച്ചയായിട്ടും. അതായത് ഈ നേരത്തെ വന്ന സമയത്ത് ചോദിച്ച ചോദ്യം തന്നെ അതിനെന്നെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരു സിനിമ വിട്ട് അടുത്ത സിനിമ ചെയ്യുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതെനിക്കും താല്പര്യമില്ല ഇപ്പോൾ. മറ്റൊന്നെന്താ വെച്ചാൽ എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. പ്രത്യേകിച്ചും ഇപ്പോൾ വരുന്ന പല സിനിമകളിലും നമുക്ക് പറ്റിയൊരു ക്യാരക്ടർ വരണ്ടേ? ഇപ്പം ന്യൂ ജനറേഷൻ സിനിമയിൽ പലപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ അച്ഛൻ കുടുംബം ആകുമ്പോൾ അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അമ്മൂമ്മ ഉണ്ടാവും, മുത്തശ്ശൻ ഉണ്ടാവും. അങ്ങനത്തെ സിനിമകൾ ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ധാരാളം. പണ്ടാണെന്നുണ്ടെങ്കിൽ നസീർ സാറ് മുതൽ മറ്റേ നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെയും മറ്റേ സോമൻ ചേട്ടൻ്റെയൊക്കെ രതീഷിൻ്റെ ഒക്കെ തല്ലുകൊള്ളാൻ ഞാൻ മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. കാരണം അവിടുന്ന് ആ ക്യാരക്ടർ ചെയ്തിരുന്ന ബാലങ്ക നായർ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റിയിട്ട് ഞാൻ വന്നപ്പോൾ ക്യാരക്ടർ റോൾസ് കിട്ടി. അപ്പം അന്നത്തെ മാതിരി അല്ലല്ലോ ഇപ്പം. ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്താ വെച്ചാൽ ആ തരത്തിലുള്ള സിനിമയല്ല. ഒരുപാട് ആൾക്കാരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്പർ ഓഫ് മൂവീസ് വളരെ കുറയും. ഞാനത് നേരത്തെ കണ്ടിട്ടുള്ള തന്നെയാണ്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കിട്ടുന്നത് ബോണസാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ചെറിയ ക്യാരക്ടേഴ്സായാലും ഞാൻ അഭിനയിക്കും. ഇന്ന ക്യാരക്ടർ പറഞ്ഞ് ഞാൻ അന്നും വാശി പിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ക്യാരക്ടർ അഭിനയിക്കുന്നില്ല. എൻ്റെ ഒരു പ്രശ്നമില്ല അതിനകത്ത്. നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളെൻ്റെ അടുത്തിരിക്കില്ലായിരുന്നു ഇന്നത്തെ സമയത്ത് പേടിച്ചിട്ടുണ്ട്. വില്ലൻ ക്യാരക്ടേഴ്സിൽ കൂടുതലും ബലാത്സംഗം അതൊക്കെ ഉള്ള കാരണമാണോ? അത് ഞാൻ ആസ്വദിച്ചിട്ടാണ്. അപ്പം അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പേടിച്ചിരിക്കുമ്പം ഞാൻ ആസ്വദിച്ചിരിക്കുക. കാര്യം എന്താ വെച്ചാൽ ആ ചെയ്യുന്ന ക്യാരക്ടറിനോടുള്ള ഭയമാണ്. എൻ്റെ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് എനിക്ക് സന്തോഷമാണ്. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലോ അത്. തീർച്ചയായിട്ടും. ശരിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കര ഫോർമലാക്കി എടുക്കാം ഈ ഇന്റർവ്യൂ എന്ന് കരുതി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ അച്ഛനും മോളും ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെ വീട്ടിൽ വന്നിരുന്നിട്ട് ആ ഒരു ഫീലാണ് കേട്ടോ. അപ്പൊ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടാണ് പോണത്. അതിന് വേണ്ടിയിട്ടുള്ള അതെ. ഓഹോ. ഇപ്പൊ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ സിനിമയ്ക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് മാറ്റങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞു. മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പൊ സാറിന് ഫീൽ ചെയ്യുന്നത്? അതായത് സിനിമ തുടങ്ങുന്ന കാലത്തിൽ ഒരു നടനെന്ന നിലയ്ക്ക് സിനിമയിൽ വന്നിരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മേക്കപ്പിലുള്ള ചേഞ്ചാണ്. മേക്കപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളരെ സ്ലോ ഫിലിംസാണ്. അതുകൊണ്ട് ഭയങ്കര ഹെവി ആയിട്ട് ലൈറ്റുകൾ നമുക്ക് തട്ടിക്കണം, ഭയങ്കരമായിട്ട് അടിക്കണം. പക്ഷേ ഞങ്ങൾ വരാൻ വരുന്നതിന് മുമ്പുള്ള ആൾക്കാർക്ക് അതിനേക്കാൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെടുക്കുന്ന ഈ ചെറിയ ലൈറ്റ് ഇല്ലാതൊക്കെ എടുക്കുന്ന പ്രശ്നം. അപ്പം അന്ന് ഇതൊക്കെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം മേക്കപ്പ് വേണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മേക്കപ്പൊക്കെ ലൈറ്റുകളുടെ ഇത് കുറഞ്ഞു. കാരണം ഫിലിമിൻ്റെ ഫാസ്റ്റായിട്ടുള്ള ഇതൊക്കെ വന്നു, ഒരുപാട് ചേഞ്ചസ് വന്നു. ആ ചേഞ്ച് വരും തോറും നമ്മുടെ മേക്കപ്പിന് കുറഞ്ഞു വന്നു. പിന്നെ കുറഞ്ഞു മേക്കപ്പ് കുറച്ചൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇഷ്ടമാതിരിയൊക്കെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് കുറച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ കിട്ടിയെന്ന് കഴിഞ്ഞാൽ ക്യാമറമാന്മാരും തുടച്ചാൽ അതൊന്നും വേണ്ട. ഡിപ്പെൻസ് ഓരോ ക്യാമറമാന്മാരനുസരിച്ച്.
അപ്പം അങ്ങനെ ഇട്ട മേക്കപ്പ് തുടയ്ക്കാൻ പറഞ്ഞുള്ള ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടായി. ഓക്കെ. ഓ. അപ്പോഴും ഫിലിമാണ്. അതെ. അപ്പം എന്താ വെച്ചാൽ ആ ഫിലിം എടുക്കുന്ന കാലത്ത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് റിഹേഴ്സൽ എടുക്കണം. ഓക്കെ. റിഹേഴ്സൽ എടുത്തിട്ട് 4, 5, 6 റിഹേഴ്സലൊക്കെ എടുത്ത് ഓക്കെ ആയെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ടേക്ക് എടുക്കൂ, അല്ലെങ്കിൽ ഫിലിം പോകും. ഓക്കെ. ഓ. അപ്പം പറയാം ഫിലിം തിന്നും ആർട്ടിസ്റ്റ് എന്നാണ് പറയാം. ഓക്കെ. അത് ഫിലിം. അപ്പോൾ ഒരു ടേക്ക് എടുത്ത് 2 ടേക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസർ നെഞ്ഞത്ത് കൈ വെക്കും. കാരണം ഈ ഫിലിം തീർന്നു പോകും. ഫിലിം തീർന്നുകളല്ല, കൂടുതൽ ഫിലിം ആവശ്യം വരും. അത് മുഴുവൻ ഈ പ്രൊഡ്യൂസറുടെ കാശ് പോണ പരിപാടിയാണ്. ഇതിപ്പോൾ അതില്ല. ഇതിപ്പോൾ ഫിലിമിൻ്റെ പണി ഇല്ല. അവിടെ ഫസ്റ്റ് ടേക്ക് എടുക്കുക, ആദ്യം ടേക്ക് നോക്കുക. അപ്പം ഞാനിപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം വരും, ആർട്ടിസ്റ്റ് വിളിക്കുന്നത് അറിയാം, മിക്കവാറും ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണെങ്കിൽ ദാറ്റ് ദ ബെസ്റ്റ് ടേക്ക്. കാരണം വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും പലപ്പോഴും, എന്നെ സംബന്ധിച്ച്, എല്ലാവർക്കും അങ്ങനെ ആയിക്കോളുന്നില്ല. എന്നെ സംബന്ധിച്ച് വെച്ചാൽ നമ്മൾ ഏകദേശം ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡയലോഗ് ഇട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബോധ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ടേക്കിൽ ചെയ്യുന്നത് ഫ്രഷാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ടേക്ക് വരുമ്പോൾ മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ചെയ്തു തന്നെ ഞാൻ രണ്ടാമത് അത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. അവിടെ കുറച്ചൊരു ആ നാച്ചുറൽ സംഗതി ചിലപ്പോൾ കുറച്ച് അന്ന് പ്രശ്നമില്ല. കാരണം അതിൻ്റെ അകത്ത് നാടകത്തിൻ്റെ കുറച്ച് അംശങ്ങളുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നാടകത്തിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല. അതാണ് ഒരു നടനെ സംബന്ധിച്ചോളം വന്ന് ചേഞ്ച്. അതാണ് അന്ന് അഭിനയിക്കണമായിരുന്നു. ഏറ്റവും വലിയ ചേഞ്ച് അങ്ങനെയാണ് തോന്നുന്നത്. നടനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചേഞ്ച്, എൻ്റെ ജോലിയിലുള്ള ഏറ്റവും വലിയ ചേഞ്ച് അതാണ്. തീരെ അഭിനയിക്കാൻ പാടില്ല, ജസ്റ്റ് ബിഹേവ് എന്നാണ്. നമ്മൾ സാധാരണ സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വലിയ സ്റ്റൈലിലൊന്നും ആക്കാണ്ട് സാധാരണ എനിക്ക് സംസാരിച്ചിരിക്കുന്ന മാതിരി സംസാരിക്കാനാണ് പലപ്പോഴും ബുദ്ധിമുട്ട്. അങ്ങനെയാണ്, മനസ്സിലായോ? അതായത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ക്യാമറയും വെച്ചിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് അഭിനയിക്കാൻ തുടങ്ങി. ആ അഭിനയം വേണ്ടാന്നാണ്, ജസ്റ്റ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പല കുട്ടികളുണ്ടല്ലോ, എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ പുതിയ തലമുറയ്ക്ക് എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കൊന്നും അങ്ങനെ പറയാനില്ല. കാരണം വെച്ചാൽ പുതിയ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട് ഞാൻ പഠിക്കണം, അതല്ലെങ്കിൽ ഞാൻ ഔട്ടായി പോകും. അതായത് ഇപ്പം ആ സിനിമ പോകുന്ന പോക്കിൽ തന്നെ ഞാൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. അപ്പം അതുകൊണ്ട് അവർ കാണിക്കുമ്പോൾ മരുന്നൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിൻ്റെ സ്റ്റൈൽ എന്താണ്, അതനുസരിച്ച് സിനിമ എൻ്റെ ആക്ടിങ്ങിൽ എൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനിലൊക്കെ അതിൻ്റെ സ്റ്റൈൽ മാറ്റണം. പണ്ട് ഇപ്പം ഞാൻ ആ അഭിനയിച്ച പഴയ സീനുകളൊക്കെ കാണുമ്പോൾ തോന്നും ഈ ചില ഇതൊക്കെ അട്ടഹാസങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതൊന്നും ഒരു ആവശ്യമില്ല. ആവശ്യമുള്ള സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ചില രംഗങ്ങൾ വരുമ്പം, ചില സംഗതികൾ വരുന്ന സമയത്ത് കുറച്ച് നാടകം നമ്മൾ പ്രയോഗിക്കേണ്ടി വരില്ല. കാരണം അത് നാടകീയത ആവശ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ അതാണ് ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് സംബന്ധിച്ച് നമുക്ക് സംഭവിച്ചത്. പിന്നെ മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നടനെ സംബന്ധിച്ചോളം ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡബ് ചെയ്യാൻ പോകണം. ഡബ് ചെയ്യാൻ പോകുമ്പോൾ ലൂപ്പിഡ് ചെയ്യാം, ഒരു ഷോട്ട് എടുത്തിട്ട് അതിനെ ഒട്ടിച്ച് വെച്ചിട്ട് മറ്റേ പ്രൊജക്ടറിലിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ഇൻറ്റു മാർക്ക് വരും. ആ ഇൻറ്റു മാർക്ക് കണ്ടു കഴിഞ്ഞാൽ റെഡി ആയിക്കൊള്ളുന്ന ഡയലോഗ് പറയാം, ലിപ്പ് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ലിപ്പ് എവിടെയെങ്കിലും മാറിപ്പോയാൽ വീണ്ടും ആ ടേക്ക് വീണ്ടും എടുക്കണം. മനസ്സിലായില്ലോ? ആ ടേക്ക് വീണ്ടും എടുക്കണം. അങ്ങനെ ഇനിയിപ്പോൾ ഞാനും നിങ്ങളും കൂടി അഭിനയിച്ച സംഗതിയാണ് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിച്ചാൽ ഞാൻ വീണ്ടും ചെയ്യണം. കോമ്പിനേഷൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അന്ന് മിക്കവാറും എല്ലാം കോമ്പിനേഷനാണ് ചെയ്യുക. കാരണം ഫിലിമിലാണ് ഇതൊക്കെ എടുക്കുന്നത്, വീണ്ടും സൗണ്ട് വന്നു തന്നെയാണ് വരിക. അപ്പോൾ അന്നത്തെ നസീർ സാറ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും കോമ്പിനേഷനായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും ചെയ്യും. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട. ഞാൻ അഭിനയിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നത് പോലും ഇല്ല. ഞാൻ പോയി എൻ്റെ പോർഷൻ ഡബ് ചെയ്ത് പോരും. ആ ഡബ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് തെറ്റിയാൽ തെറ്റിയത് വരെ എടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് ബാക്കി പറഞ്ഞാലും മതി. ബാക്കിയൊക്കെ എഞ്ചിനീയർ ചെയ്തോളും നമ്മളെ പണി. അപ്പോൾ ആ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് എല്ലാ സ്ഥലത്തും എവറി ഫീൽഡ് എല്ലാ സ്ഥലത്തും ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട്. അപ്പോൾ അത് ഒരുപാട് ഗുണമാണ് സിനിമയെ സംബന്ധിക്കുന്നത്.
എല്ലാം